നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൂടെ, നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ പിന്തുടർന്നു വരുന്ന ശത്രുവിന്റെ മധ്യേ നമുക്ക് ജയത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കിക്കേ, ആ സാന്നിധ്യം ഇപ്പൊ എവിടാ നിൽക്കുന്നേ? ഇസ്രായേൽ ജനത്തിന്റെ പുറകിൽ. ശത്രു സൈന്യം ഇസ്രായേൽ ജനത്തെ കാണുന്നില്ല, പിന്നെ ആരെ കാണുന്നു? സാന്നിധ്യം കാണുന്നു. ശത്രു സൈന്യം ഇസ്രായേൽ ജനത്തെ അവർക്ക് കാണാൻ ഒക്കുന്നില്ല, അവരെങ്ങോട്ട് പോകുന്നെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം കാണാം, ആമേൻ, അവിടെ സാന്നിധ്യം ഇറങ്ങി വരാൻ തക്കവണ്ണം നമ്മുടെ ഈ സാന്നിധ്യത്തെ കണ്ടു. ഇന്ന് പകലിൽ മറക്കരുത് പ്രിയരെ, നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ യഥാർത്ഥത്തിൽ നിൽക്കുമ്പോൾ നമുക്ക്, ആമേൻ, ദൈവം സംരക്ഷണം എടുക്കുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയാണ്? ശത്രു നമ്മെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന്, കാണാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ നിങ്ങളെ മറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നവനെ മറയ്ക്കും. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവസ്ഥലം നിലവിളിക്കുന്നവനെ മറയ്ക്കും. ദൈവത്തിന്റെ സാന്നിധ്യം കണ്ണുനീരൊഴുക്കുന്നവനെ മറയ്ക്കും. അവൻ ശത്രു കാണാതെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ മറച്ചു വയ്ക്കും. ഇന്ന് പകലിൽ ഇതിനകത്ത് പ്രാർത്ഥനയിലും ദൈവസന്നിധാനത്തിൽ കണ്ണുനീരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സാന്നിധ്യം നമ്മെ മറച്ച് സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമ്മെ മറച്ചാൽ മാത്രമേ നമുക്ക് ജയത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ.